ഹലോ ഫ്രണ്ട്സ്, റിലീസാകാൻ പോകുന്ന സിനിമകളുടെ ടീസറും ട്രെയിലറും ഒക്കെ റിവ്യൂ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ സാധാരണ കൊടുക്കാറില്ല. പക്ഷേ റിലീസിന് മുമ്പേ തന്നെ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷ സമ്മാനിക്കുന്ന ആവേശകരമായ ചില സിനിമകളുടെ ടീസറും ട്രെയിലറും ഒക്കെ അവയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് തീർച്ചയായും ആവേശകരമായ കാര്യമാണ്. ഇന്ന് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം 2 സിനിമകളുടെ ടീസറും ട്രെയിലറുമാണ് ഒരേ ദിവസം ഇന്ന് റിലീസാകുന്നത്. മധുരരാജ, മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന മധുരരാജയുടെ ടീസർ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് റിലീസായി. ഇന്ന് രാത്രി തന്നെ മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങാൻ പോവുകയാണ്. ലൂസിഫറിന്റെ ട്രെയിലറിന്റെ പ്രീമിയർ കൗണ്ട് ഡൗൺ യൂട്യൂബിൽ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് അതിനകത്ത് ചാനലിൽ കയറി കഴിഞ്ഞാൽ റിമൈൻഡർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. മധുരരാജയിലേക്ക് വരാം. മധുരരാജയുടെ മമ്മൂട്ടി നായകനായി പോക്കിരി രാജ എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന മധുരരാജ ഏപ്രിൽ 12-ന് വിഷു ഉത്സവത്തോടനുബന്ധിച്ച് റിലീസാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മധുരരാജയുടെ ടീസർ ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് യൂട്യൂബിൽ റിലീസായത്. യൂട്യൂബിലെ വൈശാഖ് എന്റർടൈൻമെന്റ് എന്ന ചാനൽ വഴിയാണ് അത് റിലീസായത്. മധുരരാജയുടെ ടീസർ 4K ക്വാളിറ്റിയിലാണ് യൂട്യൂബിൽ റിലീസായിരിക്കുന്നത്. ഇത് തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. ടീസർ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, മധുരരാജ നമുക്കറിയാം ഒരു മാസ് എന്റർടൈനർ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ ആവേശത്തോടു കൂടി തിയേറ്ററിൽ പോയി കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ്. അത്തരത്തിലൊരു മാസ് എന്റർടൈനർ മൂവി എന്നുള്ള രീതിയിൽ ആ സിനിമയ്ക്ക് അനുയോജ്യമായ ടീസർ തന്നെയാണ് മധുരരാജയുടേതായി പുറത്തു വന്നിരിക്കുന്നത്. 43 സെക്കൻഡുള്ള വളരെ ആവേശകരമായ ഒരു ടീസർ. രാജയുടെ സ്ലോ മോഷനിൽ ഉയരുന്ന വലത് കൈയിൽ നിന്നാണ് ടീസറിന്റെ ദൃശ്യങ്ങൾ ആരംഭിക്കുന്നത്. പിന്നിൽ തലൈവ എന്ന വായ്ത്താരിയും കേൾക്കാം. രാജയുടെ ആ ടിപ്പിക്കൽ ഐഡന്റിറ്റി ഉണ്ടല്ലോ, നല്ല സ്വർണ്ണക്കട്ടി മോതിരവും നല്ല കനമുള്ള സ്വർണ്ണ വളയും, അതും ആ കയ്യിൽ നമുക്ക് കാണാം. പിന്നാലെ രാജയുടെ ഇരുമ്പ് തൂക്കൻ പഞ്ച്, ഒരുത്തൻ ഇടികൊണ്ട് ചോര തുപ്പുന്നു. കായൽ പരപ്പിലൂടെ വളഞ്ഞു വരുന്ന ബോട്ടിന്റെ ഏരിയൽ ഷോട്ടാണ് പിന്നെ കാണുന്നത്. പിന്നാലെ പൊരിഞ്ഞ അടി, നല്ല പഞ്ചുള്ള രാജയുടെ മാസ് ഡയലോഗും നമുക്ക് ടീസറിൽ കാണാം. ഗുണ്ടായിസം കാണിക്കാൻ ഇത് നിന്റെ മധുരയല്ല എന്ന മുന്നറിയിപ്പിന് ബാക്ക്ഗ്രൗണ്ടിൽ തുടങ്ങുന്ന രാജയുടെ മാസ് ഡയലോഗ്. മധുര വരെ പോണമെന്നില്ല, ഇവിടെ കേരളത്തിൽ ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പറയും, അന്നും ഇന്നും എന്നും രാജയും രാജയുടെ പിള്ളേരും സ്ട്രോങ് ആണ്. ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. ഈ ട്രിപ്പിൾ സ്ട്രോങ് എന്ന് പറയുന്ന ആ ഒരു ട്രിപ്പിൾ പഞ്ച് വരുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അത് ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായും ടീസർ തന്നെ കാണണം. പോക്കിരി രാജയെ കടത്തി വെട്ടുന്ന ഒരു മാസ് മൂവി ആയിരിക്കും മധുരരാജ. ഇത്തരം ഒരു ആവേശം പ്രേക്ഷകനിൽ നിറയ്ക്കാൻ തീർച്ചയായും ഈ ടീസറിന് ആയിട്ടുണ്ട്. 43 സെക്കൻഡുള്ള മധുരരാജയുടെ ടീസർ കൊണ്ട് സംവിധായകൻ എന്താണോ ഉദ്ദേശിച്ചത് അത് സഫലീകരിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ ഈ ടീസറിനെ കുറിച്ച് വിലയിരുത്തുന്നത്. അപ്പോൾ ഇന്ന് രാത്രി മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസാവുകയാണ്. നേരത്തെ ആ സിനിമയുടെ ടീസറൊക്കെ റിലീസായിരുന്നതാണ്, തിയേറ്ററിലൊക്കെ ഇപ്പോൾ അത് കാണിക്കുന്നുമുണ്ട്. മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെയാണ്, രാഷ്ട്രീയക്കാരനായാണ് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആ ട്രെയിലർ കണ്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.